സനി, ഇത് വെറും ഒരു പൊതിയല്ല, പൊതിക്കകത്ത് ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇത് വെറും ഒരു ഊണുപൊതിയല്ല. അമ്മയ്ക്കൊപ്പം കഷ്ടപ്പെടാൻ ഈ മക്കളും കട്ടയ്ക്ക് കൂടെ ഉണ്ടെങ്കിൽ കച്ചവടം പൊടി പൊടിക്കും. കണ്ടപ്പോ തന്നെ ആളെ മനസ്സിലായി. തൃക്കുന്നപ്പുഴയെന്ന് മോൻ വിളിച്ച് പറഞ്ഞപ്പോഴേ മോനായിരിക്കുമെന്ന് എനിക്ക് തോന്നി. 70 രൂപയ്ക്ക് റോഡരികിലെ കിടിലം പൊതിച്ചോറ്. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് പത്തനംതിട്ട ജില്ലയിലാണ്. പത്തനംതിട്ട ജില്ലയിൽ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാവുംഭാഗത്തുനിന്ന് ചങ്ങനാശ്ശേരി പോകുമ്പം അഴിയിടത്ത് ചിറ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലമാണിത്. ചേച്ചി വണ്ടിയിൽ അങ്ങോട്ട് സനീന്നും പറഞ്ഞ് ഓടി വന്ന് അങ്ങോട്ട് ഇറങ്ങുമായിരുന്നു അല്ലേ ചേച്ചി? അതെ അതെ. എന്തുകൊണ്ട് വിശേഷമൊക്കെ, കച്ചവടമൊക്കെ എങ്ങനെ പോകുന്നു? കച്ചവടം കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. നമ്മൾ ഈ കച്ചവടത്തിലേക്ക് ഇറങ്ങുന്നത് എങ്ങനെയാണ്? എനിക്ക് പാചകത്തിനോട് ഭയങ്കര താല്പര്യമായിരുന്നു. ഓ ശരി ശരി. അങ്ങനെ കുറച്ച് നാളായിട്ട് അച്ചാറിന്റെ യൂണിറ്റ് നടത്തിക്കൊണ്ടിരിക്കുക. എവിടെ യൂണിറ്റ് നടത്തുന്നത്? വീട്ടിൽ തന്നെ? വീട്ടിൽ തന്നെ. ആരെങ്കിലും ഒക്കെ ഓർഡർ തരുന്നവർക്ക് ചെയ്തു കൊടുക്കും. അങ്ങനെ പിന്നെ കുറച്ച് ആരെങ്കിലും ഒക്കെ അത്യാവശ്യം ഒരു 100 ഊണ് വരെയൊക്കെ പറഞ്ഞാൽ ഞാൻ തന്നെ ചെയ്തു കൊടുക്കും. പിന്നെ അങ്ങനെ ഈ പൊതിച്ചോറിന്റെ ഒരു സന്തോഷം, ആൾക്കാരുടെ വയറ് നിറയുന്നതും നമ്മൾക്ക്. പിന്നെ എൻ്റെ മോന് ഒരു കൈക്ക് സുഖമില്ലാതെ വന്നപ്പോഴത്തേന് അവന് ഒരു ഉപജീവന മാർഗം ആകാൻ വേണ്ടിയിട്ട് ചെയ്ത ഒരു സംരംഭം. അപ്പൊ അമ്മയ്ക്കൊപ്പം മക്കള് നന്നായിട്ട് സഹായിക്കുന്നുണ്ട്? ഉണ്ട്, തീർച്ചയായും നന്നായി. എന്റെ ഹസ്ബൻഡും ഉണ്ട്, നന്നായി സഹായിക്കുന്നുണ്ട്. വീട്ടിലിപ്പം ഹസ്ബൻഡ് എല്ലാം പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു അല്ലേ? അതെ അതെ. ഓക്കെ, എത്ര മണിയാകുമ്പോൾ നമ്മൾ തുടങ്ങും ഇതിന്റെ പരിപാടിയൊക്കെ? രാവിലെ ഒരു 5:30 മുതൽ ജോലി തുടങ്ങും. 10:30 ആകുമ്പോ പാക്കിങ് തുടങ്ങും. 11:45 ആകുമ്പോ ഇവിടെ കൊണ്ട് വെക്കും സാധനം. എനിക്ക് തോന്നുന്നു അമ്മ വരുന്നതിന് മുമ്പ് മക്കള് ഇവിടെ സാധനങ്ങളുമായിട്ട് വരും. നമ്മുടെ ഒരു പൊതിക്ക് എത്ര രൂപയാണ്? ഒരു പൊതിക്ക് ഞങ്ങൾ 70 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. സനി, ഇത് വെറും ഒരു പൊതിയല്ല, പൊതിക്കകത്ത് ഒരുപാട് ഐറ്റംസ് ഉണ്ട്. എന്തൊക്കെ ഐറ്റംസ് ഉള്ളത്? പൊതിക്കകത്ത് തോരനുണ്ട്, ചമ്മന്തി ഉണ്ട്, അച്ചാറുണ്ട്, കൊണ്ടാട്ടമുളകുണ്ട്, പിന്നെ സാമ്പാർ, മീൻകറി, മോര്, മീൻ വറുത്തത്. ഇത്ര ഐറ്റം വെച്ചാണ് 70 രൂപയ്ക്ക് പൊതിച്ചോറ് കൊടുക്കുന്നത്. ഒരു 11:30-12 മണിയാകുമ്പോൾ വരും അല്ലേ? 12 മണിയാകുമ്പോൾ എന്തായാലും ഇവിടെ കാണും. ഊണൊക്കെ നന്നായിട്ട് ചെലവാകുന്നുണ്ട്, ആൾക്കാർ വാങ്ങിച്ച് സഹായിക്കുന്നുണ്ട്. അപ്പൊ മക്കളാണ് അമ്മയുടെ ഒപ്പം ഉള്ളത്. അവര് നന്നായിട്ട് കട്ടയ്ക്കൊപ്പം ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അല്ലേ? എല്ലാ വീഡിയോസും കാണാം. വന്നിറങ്ങിയപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. ചേച്ചി എന്റെ വീഡിയോ കാണുന്നതാണ്, എന്നെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞു. കണ്ടപ്പോ തന്നെ ആളെ മനസ്സിലായി. തൃക്കുന്നപ്പുഴയെന്ന് മോൻ വിളിച്ച് പറഞ്ഞപ്പോഴേ മോനായിരിക്കുമെന്ന് എനിക്ക് തോന്നി. സനീസിന്റെ വീഡിയോസ് ചെയ്യാനായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഈ പാക്കിങ് ചെയ്തോണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് പെട്ടെന്ന് ഓടി വരുവായിരുന്നു. വീട്ടിൽ പാക്കിങ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. ഇടയ്ക്ക് പെട്ടെന്ന് ഓടി വരുവായിരുന്നു. ചേച്ചി ഞാൻ പറയട്ടെ, നമ്മള് ഈ അച്ചാറിന്റെ പരിപാടി എന്ന് പറയുമ്പോൾ ചേച്ചി എങ്ങനെ ഡെലിവറി ചെയ്തു കൊടുക്കുന്നുണ്ടോ ആൾക്കാർക്ക്? നമുക്ക് ഇത് കൊറിയർ സർവീസും അങ്ങനൊന്നുമില്ല. ഇപ്പൊ എന്നോട് മേടിക്കുന്നവരും പിന്നെ വിദേശത്തോട്ട് കൊണ്ടുപോകാനായിട്ട് വിളിച്ച് പറയും. അവര് തന്നെ വീട്ടിൽ വന്ന് കൊണ്ടുപോകും. അല്ലെങ്കിൽ ഏതായാലും ഇച്ചിരി ദൂരം കൊണ്ട് കൊടുക്കേണ്ടതാണെങ്കിൽ ഞങ്ങളോ കൊണ്ട് കൊടുക്കും. അപ്പൊ ചേച്ചിയുടെ ബോർഡ് ഉണ്ട് ഇവിടെ. ബോർഡിനകത്ത് ചേച്ചിയുടെ അച്ചാർ വേണമെങ്കിൽ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലൊക്കാലിറ്റിയിലുള്ളവർക്കൊക്കെ നമ്മൾ എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ പൊതി എന്ന് പറയുന്നത് ഇതാണ്. നമ്മുടെ പൊതിക്കകത്ത് മീൻകറി ഉൾപ്പെടെയാണ് 70 രൂപയ്ക്ക് കൊടുക്കുന്നത് അല്ലേ ചേച്ചി? മീൻകറി ഉൾപ്പെടെ 70 രൂപയ്ക്ക് കൊടുക്കും. പിന്നെ വറുത്ത മീനുണ്ടാവും. ഏതൊക്കെ മീനുകളുണ്ടാവും? ഇന്ന് കിളിമീനാ വറുത്ത് വെച്ചേക്കുന്നത്. ഓരോ ദിവസം മീൻ കിട്ടുന്ന അനുസരിച്ച് അയിലുണ്ട്, കിളിമീനുണ്ട്, കണ്ണിയയില, ചൂട, മത്തി, അങ്ങനെയുള്ള കിട്ടുന്ന മീനെല്ലാം എല്ലാം വറുത്ത് കൊടുക്കാറുണ്ട് അല്ലേ? അപ്പൊ ഒരുപാട് സന്തോഷം. കാരണം ചേച്ചി വീട്ടിലായിരുന്നു. ഞാനിവിടെ ആദ്യം വരുമ്പം മകൻ മാത്രമേ ഉള്ളായിരുന്നു. അപ്പോഴേ പെട്ടെന്ന് തന്നെ ഫോൺ വിളിച്ചു. ചേച്ചി ഓടി വന്നു, എൻ്റെ വീഡിയോ ഒക്കെ കാണുന്നതെന്ന് പറഞ്ഞു. എന്നെ കാണാൻ ആഗ്രഹിച്ചൊരു വ്യക്തിയാണെന്ന് പറഞ്ഞു. ഒരുപാട് സന്തോഷം, സ്നേഹം. അപ്പോൾ ചേച്ചിയുടെ കച്ചവടം എല്ലാവരും ഒന്ന് ഉഷാറായി കൊടുക്കുക. സ്ഥലം നിങ്ങൾ മറന്നുകൊണ്ടാ. ഇത് പത്തനംതിട്ട ജില്ലയിൽ നമ്മൾ കാവുംഭാഗത്തുനിന്ന് ചങ്ങനാശ്ശേരി പോകുന്ന റൂട്ടിൽ അഴിയിടത്ത് ചിറ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ ചേച്ചി 2 ഊണൊന്ന് പാഴ്സൽ ചെയ്തേ. ഊണിനൊപ്പം മീൻ വറുത്തമുണ്ട്, മീൻ കറിയുണ്ട്, അത്യാവശ്യം ഒരുപാട് ഐറ്റം കാര്യങ്ങൾ പൊതിക്കാത്തുണ്ട് അല്ലേ? അപ്പോൾ നല്ലൊരു സംരംഭമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉഷാറായി കൊടുക്കുക. നമ്മൾ പത്തനംതിട്ട ജില്ലയിൽ വന്നിട്ടൊരു വീഡിയോ ചെയ്യുകയാണ് കേട്ടോ ഈ ചേച്ചിക്ക് വേണ്ടി. ഞാൻ ഇന്ന് തൃക്കുന്നപ്പുഴയിൽ നിന്ന് എൻ്റെ നാട്ടിൽ നിന്ന് ഓടി ഇത്രയും ദൂരം ഓടി വന്നതെന്ന് പറയുമ്പം ചേച്ചിയുടെ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ മാക്സിമം സപ്പോർട്ട് എല്ലാവരും ചെയ്യണം. കാരണം വെച്ച് കഴിഞ്ഞാൽ മക്കളും അമ്മയും എല്ലാവരും കൂടെ ചേർന്നിട്ട് ചെയ്യുന്നൊരു സംരംഭമാണ് കേട്ടോ. അവരുടെ ഒരു ജീവിതമാർഗ്ഗമാണ്. പിന്നെ ചേച്ചിക്ക് അച്ചാറുണ്ട്. അച്ചാർ വേണ്ടവർ ഈ ഒരു ബോർഡിൽ നമ്പറുണ്ട്. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നല്ല കിടിലൻ അച്ചാർ. ഏതൊക്കെ അച്ചാർ ചെയ്യുന്നുണ്ട് ചേച്ചി? ഇറച്ചിയുണ്ട്, മീനുണ്ട്, കക്കയിറച്ചിയുണ്ട്, പിന്നെ ഈന്തപ്പഴം നാരങ്ങ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ വെറൈറ്റി അച്ചാറുകളും ചേച്ചി ചെയ്യുന്നുണ്ട്. നെല്ലിക്ക ഉണ്ട്, നാരങ്ങ ഉണ്ട്. അപ്പൊ ഗൾഫിലൊക്കെ കൊണ്ട് പോകുന്നവർക്ക് അച്ചാർ വേണമെങ്കിൽ ചേച്ചിയെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പൊ അങ്ങനെയും കൂടെ ചേച്ചി ഒന്ന് സഹായിക്കും എല്ലാവരും. ഒരു ചെറിയ സംരംഭം അല്ലേ, അത് നമ്മളെല്ലാവരും കൂടെ ഒന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ വമ്പം വിജയമാവും. അപ്പൊ എന്താണ് പാക്ക് ചെയ്തോ? അപ്പൊ എത്ര രൂപയായി? 150 രൂപയോ? മീൻ വറുത്ത് വെച്ചോ? അപ്പൊ എല്ലാം കൂടെ എത്ര രൂപയായി?
200 രൂപയായി. സന്തോഷം. ഒത്തിരി സന്തോഷം. അപ്പം ചേച്ചിയുടെ കച്ചവടം എല്ലാവരും ഉഷാറായി കൊടുക്കുക. അതൊരു സന്തോഷം നമുക്ക്. ഫോട്ടോ ചേച്ചി ഓക്കെ. കാണാം.